ഹലോ നമസ്കാരം മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിനോട് യൂണിവേഴ്സ് ഇപ്പോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഓക്കെ, ഞാൻ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ഫാമിലി ലൈഫ് പ്രയോറിറ്റൈസ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഹാപ്പി ഫാമിലി ലൈഫ്, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും ഇടയിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ആണ്, നിങ്ങളൊരു റിലേഷൻഷിപ്പിനായിട്ട് തയ്യാറെടുക്കുന്നു, ഓക്കെ, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹെൽത്തി ഹാപ്പി ഫാമിലി ലൈഫ്, നിങ്ങളെ കണ്ടന്റ് ആകുന്ന, നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു ഫാമിലി ലൈഫാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ലൈഫ്, ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഫാമിലി ലൈഫാണ്. നിങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വിവാഹം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കുടുംബം എന്നുള്ളതിനെ കുറേം കൂടെ സീരിയസ്നെസ്സോട് കൂടെ നിങ്ങൾ കാണണം എന്ന് നമുക്ക് കേൾക്കുന്നു. ഓക്കെ, ഇതൊരു എന്താ പറയാ, വളരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾ അതിനെ വേണ്ട വിധം സീരിയസ്നെസ് അതിന് നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ആ ഒരു സീരിയസ്നെസ് എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. അതായത് നിങ്ങൾ അതിന്റെ ഈ ഒരു വശത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിപ്പോ ഓൾറെഡി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് അതേപോലെ തന്നെ തിരിച്ചെടുക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടോ? അതോ നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ അവൈലബിൾ അല്ലാതെ നിങ്ങൾ തന്നെയാണോ എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ട സമയമാണ്. അതിന്റെ റൊമാൻറ്റിക് സൈഡ് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും ഇവിടെ ഈ ഒരു കാര്യത്തിന് ഫോക്കസ് ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ സംതൃപ്തി തരുന്ന ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ അതിൽ എന്താ പറയണ്ടേ, ഫോക്കസ് ചെയ്യണം, ഇപ്പോഴേ അതിനുവേണ്ടി പരിശ്രമിക്കണം. പിന്നെ സ്വയം നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. ആ മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങളെ നെഗ്ലക്ട് ചെയ്യുക, നിങ്ങളുടെ അത്യാവശ്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് പാർട്ട്ണർക്ക് വേണ്ടി അവൈലബിൾ ആകുക. അത് തിരിച്ചും അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു സൈഡിൽ നിന്ന് മാത്രമാണെങ്കിൽ അത് പാടില്ല. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സമയം ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യണം, അതൊന്നും വേണ്ടെന്നല്ല പറയണേ, പക്ഷെ ഈ ഒരു കാര്യത്തിലും നിങ്ങളുടെ ഫോക്കസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടോ ഇവിടെ? ഓക്കെ, അത് എന്താ പറയണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹെൽത്തി കണക്ഷൻ തന്നെയാണോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അവൈലബിൾ ആണോ? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കുറേം കൂടെ സീരിയസ്നെസ്സോട് കൂടെ ഈ റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഹാൻഡിൽ ആകാൻ വേണ്ടിയിട്ട് പ്രാപ്തരാകുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. റൊമാൻസും ബാക്കി കാര്യങ്ങളൊക്കെ വേണം, അത് ആവശ്യമില്ല എന്നല്ല പറയണേ, പക്ഷെ അത് മാത്രമല്ല ജീവിതം എന്നുള്ളത് ഒന്ന് നിങ്ങളോട് ഒരു റിയാലിറ്റി ചെക്കാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് കേട്ടോ. അതാണ് യൂണിവേഴ്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങളുടെ കപ്പ് നിങ്ങൾ തന്നെ എന്താ പറയുക, ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സ്നേഹവും കരുതലും നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു എംപ്റ്റി കപ്പുമായിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ അതൊരിക്കലും പാർട്ട്ണർ ഫില്ല് ചെയ്യാൻ പോകുന്നില്ല. കൂടുതൽ എംപ്റ്റിനെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അത് വേണ്ടെന്നാണെങ്കിൽ സ്വയം പ്രയോറിറ്റൈസ് ചെയ്യുക. സെൽഫ് കെയറും സെൽഫ് ലവും ഇവിടെ അവസാനിക്കുന്നില്ല. റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ മാരീഡ് ആയി ഇനി അതിന്റെ ആവശ്യമില്ല, അല്ല, അത് ഇപ്പോഴും വേണം. ഓക്കെ, അതെപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് ലോങ്. അപ്പോഴാണ് ഈ പറയുന്ന ഒരു ഹെൽത്തി ഹാപ്പി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങളുടെ പാർട്ട്ണറും ഒത്ത് നിങ്ങൾക്ക് ലൈഫ് ലോങ് എൻജോയ് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നു.
നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി ഇതൊരു പ്രോഗ്രസ് ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വേണ്ട. ഓക്കെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാത്തിലുപരി നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഈ ഒരു എന്താ പറയുക സ്നേഹക്കൂടുതൽ കൊണ്ട് ചിലപ്പോൾ പാർട്ട്ണർ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ മാറാനാക്കിയിട്ട് ശ്രമിക്കും. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിനെ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു സഫക്കേഷൻ ആണ് ലൈഫ് ലോങ്. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, റൈറ്റ് പാർട്ട്ണർ നിങ്ങളെ നിങ്ങളായി തന്നെയാണ് അംഗീകരിക്കുക, നിങ്ങളെ നിങ്ങളായി തന്നെയാണ് സ്വീകരിക്കുക. അവരെ അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിന് മാറ്റിയെടുത്തിട്ട് സ്നേഹിക്കില്ല ചെയ്യുക. അതൊരു റൈറ്റ് അപ്രോച്ച് അല്ല, അതൊരു ഹെൽത്തി അപ്രോച്ച് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ എന്നോട് പറയാം. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നിങ്ങളെ കാർഡ്സ് ഓൾറെഡി വീണ് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പെർസ്പെക്റ്റീവും നിങ്ങളുടേതായ ഒരു വിശ്വാസമൊക്കെ ഉള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ലോകത്തെ കാണുന്ന ഒരു രീതി മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കാം. അതിന്റെ പേരിൽ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ പലരും വിമർശിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കേൾക്കുന്നത് യു ആർ ബോൺ ഇൻ ദിസ് വേ. നിങ്ങൾ ജന്മം എടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അതിനെ മാറ്റാതിരിക്കുക. എല്ലാവരുടെയും ഒരു അപ്രൂവൽ ജീവിച്ചു പോകാനായിട്ട് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ വന്നത്, ഇവിടെ ജീവിക്കുന്നത് എല്ലാവരുടെയും അപ്രൂവൽ നേടിയെടുക്കാനോ എല്ലാവരുടെ ഗുഡ് ലിസ്റ്റിൽ കയറാനോ അല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടേതായ പർപ്പസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും, പോസിറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ, ടോക്സിക് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും അത് മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്, ഡെഫിനറ്റ്ലി മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, അതായത് ഇപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ കാണുന്ന ഇനെക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു പ്രശ്നം, ഓക്കെ, ആ ഒരു ഇഷ്യൂസ്, അതിൽ നിന്ന് അത് നിങ്ങളെ ബാധിക്കാതെ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പിയർ ഗ്രൂപ്പ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ ഈ പഴയ രീതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ ജീവിച്ചു പോകുന്ന രീതി, അതൊക്കെ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം അത് ഹെൽത്തി അല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നു. ഹെൽത്തി ആയിട്ടുള്ള രീതി എന്താണെന്നും നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ജഡ്ജ്മെന്റ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഒരുപാട് വിമർശനങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, പല തരത്തിലുള്ള പേരുകൾ നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, തൻ്റെ ഉള്ള ഒരാള് അല്ലെങ്കിൽ അഹങ്കാരമുള്ള ഒരാള്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലും ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയുള്ളതാണ്. ഈ ഒരു തരത്തിലുള്ള ബിലീഫ് സിസ്റ്റം, നിങ്ങളുടെ ഈ കാഴ്ചപ്പാട്, ഇതൊക്കെ നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണ്. അതായത് ഇത് നിങ്ങൾക്ക് ഈ രീതിയിലാണ് നിങ്ങൾ ഈ ജന്മം ജീവിച്ചു പോകേണ്ടത്. കാരണം നിങ്ങളുടെ ഈ വ്യൂസ്, നിങ്ങളുടെ ഈ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളൊക്കെ ഒരു നിങ്ങൾക്ക് അത് നിങ്ങൾ ശരിക്കും അതിലൂടെ ഓക്കെ ഒരുപാട് പേരെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, ഒരുപാട് പേരെ അവരുടെ എംപവർമെന്റിന് നിങ്ങൾ സഹായിക്കുന്നുണ്ട്, അവരുടെ ഗ്രോത്തിന് നിങ്ങൾ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു വ്യൂവിലൂടെ, നിങ്ങളുടെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലൂടെ നിങ്ങൾ ആക്ച്വലി കുറെ പേരെ ഇൻസ്പയർ ചെയ്യണം. കുറെ പേരെ അവർക്ക് വേണ്ടുന്ന ഒരു ഇന്നർ ഗ്രോത്ത്, അവരിൽ ആവശ്യമായിട്ടുള്ള ഇന്നർ ഗ്രോത്ത്, കോൺഫിഡൻസ് ഒക്കെ കൊണ്ടുവരുന്നതിന് ഓക്കെ നിങ്ങളുടെ ഈ ഒരു വ്യത്യസ്തമായ ഒരു അപ്രോച്ച് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യുണീക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു റീസൺ ഉണ്ട്. മനസ്സിലായോ? അത് നാച്ചുറലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ഇന്റൻഷനലി നിങ്ങൾ യുണീക്കായി നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് നാച്ചുറലി അങ്ങനെയാണ്, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യില്ല, അല്ലാത്തൊരു രീതി നിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല അങ്ങനത്തെ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ല സൊസൈറ്റിയിൽ എല്ലാവർക്കും വളരെ നോർമലായി കാണുന്ന കാര്യത്തിൽ ആ ഒരു ടോക്സിസിറ്റി നിങ്ങൾ ആദ്യമേ കാണുകയാണ്.
ആ ടോക്സിസിറ്റി നിങ്ങൾ വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, നിങ്ങൾ അത് വോയിസ് ഔട്ട് ചെയ്യുന്നു. അത് വോയിസ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ട്രിഗർ ആവുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആ ട്രിഗർ ആവുന്നവർ നിങ്ങളെ വിമർശിക്കുന്നു, നിങ്ങളെ പഴി പറയുന്നു, നിങ്ങളുടെ തെറ്റാണെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് വളരെ ഉറപ്പാണ് നിങ്ങൾ പറയുന്ന ഭാഗം ശരിയാണെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടാവും. മുന്നോട്ട് പോകുമ്പോഴും ഇതേപോലെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളോ നിങ്ങളായി സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾ നിങ്ങളായി തന്നെ മുന്നോട്ട് പോകുക. സധൈര്യം നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ആ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് നിങ്ങളുടെ, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജന്മമാണ് നിങ്ങളുടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആ ഒരു ട്രൂ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ വാല്യൂ നിങ്ങൾ മുഴുവനായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള എന്താ പറയണ്ടേ അഭിപ്രായങ്ങളും ജഡ്ജ്മെന്റ്സും കേൾക്കും. അത് ലൈഫിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ നിങ്ങളായിരിക്കും സക്സസ്ഫുൾ. നിങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങളാണ് ശരി എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഈ പഴയ രീതിയിൽ ജീവിച്ചു പോയവർക്ക് പെട്ടെന്ന് അത് മാറ്റാനും അതിന് പുറത്തേക്ക് വരാനും സാധിക്കാത്തത് കൊണ്ടും അതിന് ധൈര്യമില്ലാത്തത് കൊണ്ടുമാണ് നിങ്ങളുടെ രീതികളെ തെറ്റാണെന്ന് അവർ വാദിക്കുന്നത്. പക്ഷെ അത് ഇവഞ്ച്വലി അതിനെ കാലം തെളിയിക്കുന്നു പറയില്ലേ, കാലം തെളിയിച്ചു തരും നിങ്ങളുടെ രീതികളാണ് ശരി, നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ളത്. അപ്പൊ അവിടെ അഹങ്കരിക്കല്ല വേണ്ടത്, കൂടുതൽ എന്ത് വേണം, ഗ്രൗണ്ടഡ് ആയിരിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളുടെ പർപ്പസ് ആണ് നിങ്ങൾ അവിടെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ ഒരു രീതിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അതൊരു തരത്തിൽ നിങ്ങളിങ്ങനെ ലൈഫിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ജന്മം എടുത്ത് നിങ്ങൾ വന്നപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഏൽപ്പിച്ചൊരു ടാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു തരത്തിലുള്ള ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അതിന്റെ ആവശ്യമില്ല. കോൺഫിഡന്റ് ആയിട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ അത് നാച്ചുറലി നിങ്ങൾക്കുള്ളതാണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പർപ്പസ്. നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അത് ഒരുപാട് പേര് നിങ്ങൾ പോലെ അറിയാതെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിലൂടെ ഒരുപാട് പേർക്ക് വളർച്ച, നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. അതൊക്കെ നിങ്ങളുടെ ലൈഫ് പർപ്പസിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷെ ആ ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത ഒരു ചാലഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, അത് പക്ഷെ ഈ പറഞ്ഞ പോലെ കാലം അത് തെളിയിക്കുകയും ചെയ്യും നിങ്ങളുടെ രീതികൾ ശരിയായിരുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു ഉറപ്പോടെ മുന്നോട്ട് പോവുക. അപ്പൊ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റീസെന്റ് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ക്രിറ്റിസിസം ഒക്കെ ഫേസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അത് നിങ്ങളൊരു ഹയർ പർപ്പസ് ആണ് നിങ്ങൾക്ക് ഈ ലൈഫിൽ ഉള്ളത്. അതിനെ ഫുൾഫിൽ ചെയ്യാനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. എളുപ്പമുള്ള ഒരു കാര്യമല്ല, പക്ഷെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൂടെ നിങ്ങളൊരു മാറ്റം തന്നെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ ബാലൻസ്, ഹാർമണി നിങ്ങളുടെ ലൈഫിൽ വൈകാതെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ രീതികൾ ശരിയാണ് എന്ന് വരുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ അപ്പോൾ കുറെ പേർക്ക് ആ ഒരു ധൈര്യം വരും. ഓക്കെ, നിങ്ങളുടെ രീതിയിൽ അവരെ ചിലപ്പോൾ ഒളിഞ്ഞും മറിഞ്ഞും നിങ്ങളുടെ രീതികളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ധൈര്യം അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് പറയുന്ന എത്തിക്സും വാല്യൂസും ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് കണ്ട് അവർ ഇൻസ്പയർഡ് ആകുകയും അവരതുപോലെ പുറത്തേക്ക് നിങ്ങളുടെ രീതികളോട് അനുകൂലിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു സമയം ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനെ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറയുന്നു. ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനത്തെ ഒരു ചിന്ത ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമന്റ് സെക്ഷനിൽ അറിയിക്കണം. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.